എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 2 ദിനവൃത്താന്തം 16 അധ്യായം 9 വാക്യം. 2 ദിനവൃത്താന്തം 16:9. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ കണ്ണ് എനിക്ക് ആരിൽ കൂടി ബലവാനാകാൻ കഴിയും, ആരിൽ കൂടി മഹത്വമെടുക്കാൻ കഴിയും എന്ന് അറിയാൻ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം ഈ ഭാഗത്ത് വായിക്കുന്നു. ഉപവസിക്കുന്നവരെ ഒക്കെ ഉണ്ടെന്ന് കാണാനല്ല, അല്ലെങ്കിൽ അങ്ങനെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാനല്ല, പ്രാർത്ഥിക്കുന്നവരാരൊക്കെ ഉണ്ട് എന്ന് കാണാനല്ല, പിന്നെയോ നീ അല്ലാതെ എനിക്കൊരു നന്മയുമില്ല എന്ന മനോഭാവമുള്ളവരെ കാണാനാണ് ദൈവത്തിൻ്റെ കണ്ണ് തിരയുന്നത്. യേശു കർത്താവിന് പങ്കാളിത്ത ബിസിനസ് ഇല്ല, ഉടമസ്ഥാവകാശം മാത്രമേ അവിടുന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. പൂർണ്ണമായും ഉടമസ്ഥാവകാശം മാത്രം ചോദിക്കുന്നു. ചില വിഷയങ്ങളുടെ മുൻപിൽ നമ്മൾ ക്ഷീണിതരാണെങ്കിലും ദൈവം ബലവാനാണ്. ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ എന്ന് 24 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 40 അധ്യായത്തിൽ 28 വാക്യത്തിൽ ഒരു ചോദ്യമുണ്ട്. തളർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ സ്വയം ചോദിക്കാൻ പറ്റിയ ചോദ്യമാണിത്. ഇങ്ങനെയാണ്: നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന അനവധി വിഷയങ്ങളുടെ മുൻപിൽ മനോബലം ക്ഷയിക്കുന്നവരുണ്ട്. അവയ്ക്ക് വിടുതലുണ്ടെങ്കിൽ മാത്രമേ മനോവീര്യം ലഭിക്കുകയുള്ളൂ. സ്വർഗാതിസ്വർഗത്തിലെ സകല മഹിമയും വലിച്ചെറിഞ്ഞിട്ട് ഭൂമിയിലേക്ക് വരുവാൻ തൻ്റെ പുത്രനെ ദൈവം അനുവദിച്ചു. എല്ലാം വിട്ടുകൊടുത്തു. എന്നാൽ തൻ്റെ മഹത്വം മാത്രം മറ്റൊരുവനും വിട്ടുകൊടുക്കുകയില്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തു. മനുഷ്യർ അന്യോന്യം ജീവിതങ്ങളെ തൂക്കി നോക്കുമ്പോൾ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു, ആത്മാക്കളെയും തൂക്കി നോക്കുന്നു. സകല ആശ്രയങ്ങളുടെയും കൊമ്പൊടിഞ്ഞിട്ടേ തമ്പുരാൻ പ്രവർത്തിക്കുകയുള്ളൂ. കരയ്ക്കടുത്ത് കറങ്ങുന്നത് ബുദ്ധിയാണ് എന്ന് കരുതുന്നവരാണ് മിക്കവരും. എന്നാൽ പടക് കരവിട്ട് പല നാഴിക ദൂരത്തായപ്പോൾ ആടി ഉലഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ വലഞ്ഞലയുന്ന ശിഷ്യന്മാരെ നാം കാണുന്നു. ആഴത്തിലേക്ക് പോകുമ്പോൾ, കര വിട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ എത്തിപ്പിടിക്കാൻ ഒന്നുമില്ല. കരയ്ക്ക് നിന്നവർക്ക് പരിഹസിക്കാനും ഭയപ്പെടുത്താനും കുറ്റപ്പെടുത്താനും അവസരമുണ്ട്. കര വിട്ടതിൻ്റെ നിലവിളി, കാറ്റ് പ്രതികൂലമായതിൻ്റെ നിലവിളി, കടലിലെ തിരമാലയിൽ മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോഴുള്ള നിലവിളി, ഇതൊന്നും പോരാഞ്ഞ് കടലിന്മേൽ നടക്കുന്ന ഭൂതത്തെ കണ്ടതിൻ്റെ നിലവിളി, എല്ലാം കൂടെ ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല. എന്നാൽ നമ്മുടെ അവസ്ഥ കണ്ട് കടലിന്മേൽ നടന്നു വന്ന് രക്ഷിക്കാൻ കടന്ന് വന്ന യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. നിന്നെ മുക്കുന്ന പ്രതികൂലത്തിൻ്റെ മേൽ ജയമെടുത്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ അധികാരമുള്ളവനാണ് യേശു. വിഷമിച്ചും തകർന്നുമിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നവനാണ് യേശു. അവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്നവൻ ആരുമില്ല. തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി, ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, പൂർണ്ണ സമർപ്പണത്തോടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വെമ്പൽ കൊള്ളുന്നവനാണ് നമ്മുടെ ദൈവം. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ഞാൻ സർവശക്തിയുള്ള ദൈവം, അതായത് എനിക്ക് എപ്പോഴും പ്രവർത്തിക്കാൻ കഴിയും, യാതൊരു പ്രതികൂലത്തിനും പ്രതിപക്ഷത്തിനും എതിർത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത കരം ഒന്നേ ഉള്ളൂ. കാഴ്ചയ്ക്ക് വലുത് ബലമുള്ള കരമല്ല. നീ എന്തിനു വേണ്ടി വന്നു എന്ന് ഒന്ന് ചിന്തിക്കുക.
വിളിച്ചു നോക്കാൻ വന്നതാണോ? പലയിടത്തും വിളിച്ചു നോക്കി, കൂട്ടത്തിൽ ഇവിടെയും വിളിച്ചു നോക്കിക്കളയാം എന്ന് ചിന്തിച്ചു വന്നതാണോ? അതോ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം അനേകരെ കുറിച്ച് വായിക്കുന്നത് പോലെ, ഉദാഹരണം പറഞ്ഞാൽ സുറഫോനിക്കാരത്തിയെ പോലെയോ രക്തസ്രാവക്കാരത്തിയെ പോലെയോ വിടുതൽ പ്രാപിക്കാൻ ഉന്നം വെച്ചു വന്നതാണോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ആഗ്രഹവും താല്പര്യവും നിവർത്തിക്കാൻ അതീവ തൽപരനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനം ധ്യാനിച്ചപ്പോൾ ഞാൻ ബുദ്ധിമാനായി തീർന്നു എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. അനുസരിച്ചപ്പോൾ വിവേകമേറിയവനായി മാറി. ഇല്ലാത്തവരുടെ കുറവ് നികത്തുന്ന ദൈവം അത്രേ നമ്മുടെ ദൈവം. കാനാവിലെ കല്യാണത്തിന്റെ വേളയിൽ അവിടുന്ന് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നമുക്കറിയാം. ഒട്ടും ഇല്ല എങ്കിൽ പുതിയത് ഉണ്ടാക്കുന്ന ദൈവമാണ്. ഇത് ഏറ്റെടുക്കാൻ, അംഗീകരിക്കാൻ, വിശ്വസിക്കാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ഇടയാകണം. ശൂന്യതയിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങൾക്ക് പകരണമേ. ഞങ്ങളുടെ ഒന്നുമില്ലായ്മകളിൽ, ഏകാന്തതകളിൽ, കർത്താവെ ആശ്രയം നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരം നീട്ടുന്ന കർത്താവായതുകൊണ്ട് സ്തോത്രം. തൻ്റെ കണ്ണുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. കൈവിടാതെ കാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലുള്ള കരം പുതുവർഷത്തിലൊപ്പം ഉണ്ടായിരിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.